ഈശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇൻജോർഡ് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് അക്ഷയ്. സ്ഥലം എവിടെയാ? ഇങ്ങനെ പോകും. സജിൻ, സ്ഥലം പൈറ്റോള. നമ്മൾ മൂന്നുപേരും വീട്ടുകയാണ്. ഇന്ന് വെറുതെ ഒന്ന് കറങ്ങാനായിട്ടൊക്കെ ഇറങ്ങിയല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടെ വെച്ചാണ് ഞാൻ ഇപ്പോൾ പിടികൂടി ഇവിടെ നിർത്തിയേക്കുന്നത് അല്ലേ? മടിയായിരുന്നു ഇവിടെ ഒരാൾക്ക്. അപ്പോൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ മനസ്സിലുള്ള ആൻസറൊക്കെ അങ്ങ് പറയുക, അതിനൊന്നും ഒരു നോ പ്രോബ്ലം. ഓക്കെ. 3 പേര് ഇൻഡിവിജ്വലായിട്ടാണ് മത്സരിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ വിജയി. ഇത്രയേ ഉള്ളൂ. അല്ലേ, ഞാൻ ഇപ്പോഴേ പോകാലോ എന്ന് പറയുന്ന ആൾക്കാർക്കാണ് സത്യം പറഞ്ഞ സമ്മാനം കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, പറയുന്ന വല്ല സംശയം ഉണ്ടെങ്കിൽ. ഇതേ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഗേറ്റ് ഏതാണ്? കോൾഗേറ്റ്. കറക്റ്റ് ആൻസറാണ്. ഇവിടെ എന്താ പറഞ്ഞേ? ഇന്ത്യ ഗേറ്റ്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്ത്? ഇരുട്ട്. പിന്നെ വേറെ ആൻസർ? കണ്ണില്ലാത്തവരും ഒരുപോലെ കാണുന്നത് എന്ത്? കണ്ണാടിയോ? കണ്ണാടി എങ്ങനെയാ കണ്ണില്ലാത്തവർ കാണുന്നത്? ഇരുട്ട് കറക്റ്റ് ആൻസറാണ്. അല്ലെങ്കിൽ സ്വപ്നം ഒക്കെ കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പെൺകുട്ടികൾ ചിരിക്കുമ്പോൾ വാ പൊത്തുന്നത് എന്തുകൊണ്ട്? കൈ കൊണ്ട്. കറക്റ്റ് ആൻസറാണ്. അത് മാത്രം എന്തിടെ ക്ലാപ്പ് കൊടുത്തത്? നീ ഇവര് ക്ലാപ്പ് കൊടുക്കാത്തത് എന്ന് ഞാനിവിടെ കലഹം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുവാ പെണ്ണുങ്ങൾ കാര്യം എന്ത് വെച്ചാൽ പറയൂല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പെണ്ണുങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ പെൺകുട്ടികളെ അടുക്കളയിൽ കയറുമ്പോൾ ആദ്യം വെക്കുന്നത് എന്താണ്? ചായ അല്ല. ആദ്യം വയ്ക്കുന്നത് എന്താണ് പെൺകുട്ടികൾ? കാല്. കണ്ടോ? അപ്പൊ നീ പറഞ്ഞ സത്യം. അവൻ കറക്റ്റ് ആൻസർ പറഞ്ഞു. പെൺകുട്ടികളെ. ഇനി എന്റെ സ്റ്റോക്ക് ഇല്ല കേട്ടോ പെൺകുട്ടികളെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതും പെൺകുട്ടികളെ ക്വസ്റ്റ്യൻ ചോദിച്ചാലാ? അതും പെൺകുട്ടികളെ. ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടും ഉള്ളത് എന്താണ്? അതും പറഞ്ഞു. 3 ക്വസ്റ്റ്യനായി. അതുകൊണ്ട് പെൺകുട്ടികളെ ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, കാര്യം അവൻ തന്നെ കൊണ്ടുപോകും ആൻസർ. അടുത്ത കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. മീനുകൾക്ക് പേടിയുള്ള ദിവസം ഏതാണ്? ഫ്രൈഡേ. കറക്റ്റാണ്. അപ്പോൾ 2 പേരും ഫ്രൈഡേ എവിടെ എൻട്രി പറഞ്ഞു. 2 പേരും 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറഞ്ഞു. ഓക്കെ. എന്തെങ്കിലുമൊക്കെ പറയണം. അടുത്ത ക്വസ്റ്റ്യൻ. ബോയ്സ് ഇടത്തെ കയ്യിലും ഗേൾസ് വലത്തെ കയ്യിലും വാച്ച് നോക്കും കിട്ടുന്നത് എന്തിനാണ്? സമയം നോക്കാൻ. ഇതൊക്കെ വേറെ രീതിക്ക് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഡബിൾ മീനിങ് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ നോർമലായിട്ട് ചിന്തിക്കുന്നുണ്ടാണ് പെട്ടെന്ന് ആൻസർ കിട്ടുന്നത്. 4 ക്വസ്റ്റ്യൻ്റെ ആൻസറായി. നീ അങ്ങോട്ടും ഇവിടെ പോകും. അടുത്ത ക്വസ്റ്റ്യൻ ചിന്തിച്ചിട്ട് പോവേണ്ടല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. സൂര്യന്റെ ബർത്ത്ഡേ എന്നാണ്? സൺഡേ. കറക്റ്റ് ആൻസറാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യൻ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു മരം എന്താണ്? മരമല്ല. മനുഷ്യ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുമ്പോ ചുമ്മാ ഒന്നും ഉണ്ടാക്കും. മരം. മനുഷ്യ സ്വന്തമായിട്ട് സ്കൂളിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു മരം. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഈ ഒരു മരം വരാറുണ്ട് കൂടെ. അപ്പൊ ഭയങ്കര സന്തോഷമാണ് നമുക്ക്. സമരം. കറക്റ്റ് ആൻസർ. അതിൻ്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അടിക്കും തോറും നീളം കുറയുന്നത് എന്ത്? നീളം കുറയുന്നത് എന്ത്? എന്താണ് സാധനം? വീട്ടിലൊക്കെ ഭിത്തിയിൽ കൂടെ നമ്മൾ അടിക്കാറുണ്ട്. ആണി. കറക്റ്റ് ആൻസറാണ്. നിങ്ങൾ എന്തിനു ചിരിച്ചത്? ഓക്കെ.
അപ്പോൾ ഇന്ന് എന്തായിരുന്നു പേര്? അക്ഷയ്. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയ് അക്ഷയ് ആണ്. അക്ഷയ്ക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം. VMTV ന്യൂസിന്റെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഭവനരഹിതർക്കായുള്ള 100 പേർക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള പദ്ധതിയാണ് ആശ്രയ സമ്മാനം പെരുമഴ. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന മെഗാ ലക്കി ഡ്രോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. മെഗാ ലക്കി ഡ്രോയിലെ ആദ്യത്തെ സമ്മാനം 10 പേർക്കാണ് ലഭിക്കുന്നത്. അതിൽ 9 വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത്. രണ്ടാം സമ്മാനത്തിൽ 13 പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 3ാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. 4ാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് 3 പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ്. 5ാം സമ്മാനം 1-2 പേർക്കല്ല, 25 പേർക്ക് 1 ഗ്രാമിന്റെ ഗോൾഡ് കോയിനാണ് നമ്മൾ ഈ ഒരു മെഗാ സബ് ലക്കി ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിൽ 6ാം സമ്മാനമായി 100 പേർക്കാണ് ഗൃഹോപകരണങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗൃഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് 6ാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത്. 8ഓളം നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത്. എല്ലാ മാസവും 14-ാം തീയതി ഈ ഒരു നറുക്കെടുപ്പ് നടക്കുന്നതായിരിക്കും. ഒരു കൂപ്പൺ എടുക്കുമ്പോൾ 5 ടോക്കണാണ് ലഭിക്കുക. അതുപോലെ തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം. ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം 5 കൂപ്പൺ ലഭിക്കും. 5 കൂപ്പൺ ലഭിച്ചാൽ നിങ്ങൾക്കുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ മെഗാ ലക്കി ഡ്രോ എന്ന പദ്ധതിയിൽ നിങ്ങൾക്ക് 25 ടോക്കൺ നിക്ഷേപിക്കാനുള്ള ഒരു സുവർണ അവസരം കൂടിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇവിടെ കഴിഞ്ഞില്ല. ഇനി സോഷ്യൽ മീഡിയ ഷെയറിംഗിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട്. ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ 20 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ്. 200 ഗ്രൂപ്പ്, ഫേസ്ബുക്കിൽ 200 ഗ്രൂപ്പുകൾ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 200 വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ്. അത് മാത്രമല്ല, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ 50 ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ എടുക്കുകയല്ലേ? ഓക്കെ, ചോദിച്ച പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.